കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്നും ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ കേട്ടാൽ ഈ നാട്ടിലെ മനുഷ്യരുടെ മനോനില തെറ്റിയിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ തെരുവിൽ പൊട്ടിത്തെറിക്കുന്നവരെയും അക്രമം സൃഷ്ടിക്കുന്നവരെയും കാണാൻ കഴിയും. പത്തനംതിട്ട റാന്നിയിലും വയനാട് മാനന്തവാടിയിലും ഉണ്ടായ രണ്ട് സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ കേരളത്തിൽ ജീവിക്കാൻ തന്നെ ഭയം തോന്നും. റാന്നിയിൽ കാർ പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് യുവാവിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യം മനസ്സാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഇതോടൊപ്പം തലസ്ഥാനത്തെ ഗുണ്ടാ നേതാവ് ഓം പ്രകാശും എയർപോർട്ട് സാജനും അറസ്റ്റിലായ കേസും തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ തല്ലിയ സംഭവം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തലസ്ഥാനത്തെ നിയന്ത്രിച്ചിരുന്ന രണ്ട് കുപ്രസിദ്ധ ഗുണ്ടാ തലവന്മാരാണ് ഓം പ്രകാശും എയർപോർട്ട് സാജനും. രാഷ്ട്രീയ നേതാക്കളുടെ തണലിലും പോലീസിന്റെ ഒത്താശയിലും വളർന്നു വന്നവർ. രണ്ടുപേരുടെയും സംഘങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഈഞ്ചക്കലിലെ നിശാ ക്ലബിൽ വെച്ച് ഏറ്റുമുട്ടലുണ്ടായിരുന്നു. കേസിൽ ഓം പ്രകാശും എയർപോർട്ട് സാജനും അറസ്റ്റിലായിരിക്കുന്നു. നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന ഓം പ്രകാശിനെ രാത്രിയോടെയാണ് പോലീസ് പിടികൂടിയത്. ബാറിലെ സംഘർഷത്തിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 11ആയി. നഗരത്തിൽ പോലീസ് രാത്രി പരിശോധന ശക്തമാക്കിയ വെള്ളിയാഴ്ചയായിരുന്നു ഈഞ്ചക്കലിലെ നിശാ ക്ലബിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ. ഡാൻസ് ബാറിലെ DJ പാർട്ടി തടസ്സപ്പെടുത്താൻ ഓം പ്രകാശും കൂടെയുണ്ടായിരുന്ന നിതിനും ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് പോലീസ് പറയുന്നു. DJയിൽ പങ്കെടുത്തിരുന്ന ഡാനിയുമായാണ് ആദ്യം തർക്കമുണ്ടായത്. പിന്നാലെ ഡാനിയുടെ പിതാവ് എയർപോർട്ട് സാജന്റെ നേതൃത്വത്തിൽ വൻ സംഘമെത്തി. ഇരു സംഘങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായി. സംഘർഷത്തിൽ ഓം പ്രകാശിനും നിതിനും പരിക്കേറ്റു. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതോടെയാണ് ഫോർട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സാജൻ, ഡാനി, വലിയതുറ സ്വദേശി ബ്രിട്ടോ, തിരുമല സ്വദേശി അരുൺ എന്നിവർ ഉൾപ്പെടെ 10 പേരാണ് ആദ്യം അറസ്റ്റിലായത്. രാത്രിയോടെയാണ് ഓം പ്രകാശിനെ അറസ്റ്റ് ചെയ്തത്. ബാറിലെ സംഘർഷത്തിന്റെ അടുത്ത ദിവസം ഓം പ്രകാശും സംഘാംഗങ്ങളും മണിക്കൂറുകളോളം IFFK പ്രധാന വേദിയിലുണ്ടായിരുന്നു. ഇതിലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പാറ്റൂരിലെ വെട്ടുകേസിൽ ഓം പ്രകാശിനെ രക്ഷപ്പെടാൻ സഹായിച്ചവരെക്കുറിച്ചുള്ള അന്വേഷണവും പാതി വഴിയിലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള ഇയാളുടെ ബന്ധമാണ് ഇതിന് കാരണമെന്നാണ് ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. തലസ്ഥാനത്തെ പോലീസ് ഗുണ്ടാ ബന്ധം അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. ക്രിമിനൽ സംഘങ്ങൾക്കൊപ്പമാണ് കാക്കിയിട്ട പല ഏമാന്മാരുടെയും ചങ്ങാത്തം. എന്നാൽ ഗുണ്ടകളെക്കാളും റൗഡികളായ പോലീസുകാരും കേരളത്തിലുണ്ടെന്ന് DGPക്ക് വരെയും ഇപ്പോഴാണ് മനസ്സിലായത്. തിരുവനന്തപുരം വഴയിലയിൽ ഹോട്ടലുടമ സംഘടിപ്പിച്ച മദ്യസൽക്കാരത്തിൽ പോലീസുകാർ തമ്മിൽ തല്ലിയത് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ഗുണ്ടകൾക്കൊപ്പം മദ്യപിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലടിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ഓം പ്രകാശ് ഉൾപ്പെടെയുള്ള ഗുണ്ടകളുടെ സാന്നിധ്യത്തിലായിരുന്നു പോലീസിന്റെ തമ്മിലടി. ഇതിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഈ മാസം 4-ന് തിരുവനന്തപുരം വഴയിലയിലെ ഹോട്ടൽ ഉദ്ഘാടനത്തിന് ശേഷം ഹോട്ടൽ ഉടമ നടത്തിയ മദ്യസത്കാരത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും ഒരുമിച്ച് പങ്കെടുത്തത്. IPS ഉദ്യോഗസ്ഥൻ, SP, 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ, പോലീസുകാർ എന്നിവർ വിരുന്നിനെത്തി. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ CI യഹിയ, ക്രൈംബ്രാഞ്ച് CI ജയചന്ദ്രൻ എന്നിവരാണ് തമ്മിൽ തല്ലിയത്.
ഗുണ്ടാ നേതാവ് ഓംപ്രകാശിനെ വിരുന്നിലേക്ക് വിളിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ഓംപ്രകാശിനെ കൂടാതെ മരുതൻകുഴി അമ്പിളി, കാഞ്ഞിരമ്പാറ അബു തുടങ്ങി ക്രിമിനൽ കേസ് പ്രതികളുടെ വലിയൊരു നിരയും ഈ സമയം ഹോട്ടലിലുണ്ടായിരുന്നു. കുടുംബസമേതമാണ് SP എത്തിയത്. പോലീസിന് നാണക്കേടായ സംഭവത്തിൽ കർക്കശ നടപടിക്കാണ് സർക്കാർ നിർദ്ദേശം. പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണത്തിന് ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. നേരത്തെയും തലസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളുമായുള്ള വിശുദ്ധ ബന്ധം പോലീസിന് നാണക്കേടുണ്ടാക്കിയിരുന്നു. കേസുകളിൽപ്പെടുന്ന ഗുണ്ടാതലവന്മാർക്ക് രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും പോലീസിന്റെ സഹായം ലഭിക്കാറുണ്ടെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പെട്ടെന്നുള്ള വികാരത്തിൻ്റെ പുറത്ത് പൊതുസ്ഥലത്തും റോഡിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് മലയാളിയുടെ പൊതു സ്വഭാവമായി മാറുകയാണ്. ചെറിയ വാക്കുതർക്കമാണ് അക്രമത്തിലും കൊലപാതകത്തിലും വരെയും കലാശിക്കുന്നത്. പത്തനംതിട്ട റാന്നി മക്കപ്പുഴയിൽ ഒരു യുവാവിനെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിനെക്കുറിച്ച് നിങ്ങൾ അറിയണം. ബിവറേജിന് സമീപം പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് റാന്നി സ്വദേശി അമ്പാടിയുടെ ജീവനെടുത്തത്. ആദ്യം സ്വാഭാവിക അപകടമെന്ന് കരുതിയെങ്കിൽ പിന്നീട് പോലീസിൻ്റെ വിശദമായ അന്വേഷണം കൊലപാതക കേസിൻ്റെ ചുരുളഴിച്ചു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ 4 പ്രതികളെയും കൊച്ചിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റാന്നി വെബ്കോ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം ഞായറാഴ്ച വൈകിട്ടുണ്ടായ സംഘർഷമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊല്ലപ്പെട്ട അമ്പാടി സുരേഷിന്റെ കൂട്ടുകാരും പ്രതികളുടെ സംഘവും തമ്മിലാണ് വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. പരസ്പരം ഏറ്റുമുട്ടിയ സംഘം ഇവിടെ നിന്ന് മടങ്ങിയ ശേഷം രാത്രി 8 മണിയോടെ റാന്നി മന്നമരുതിയിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടി. ഇവിടെ റോഡിൽ നിൽക്കുകയായിരുന്ന അമ്പാടി സുരേഷിനെ 1-ാം പ്രതിയായ അരവിന്ദും ശ്രീകുട്ടനും അജോയും കാറിലെത്തി ഇടിച്ചു വീഴ്ത്തി ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മുഖ്യപ്രതി അരവിന്ദാണ് കാർ ഓടിച്ചത്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് അരവിന്ദ്. ആദ്യം ബിവറേജസിന് മുന്നിൽ സംഘർഷം ഉണ്ടാക്കിയ സംഭവത്തിൽ അജോയും അക്സാമുമായിരുന്നു ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട അമ്പാടി ഉൾപ്പെടെയുള്ളവർ പിന്നീടാണ് എത്തിയത്. കൊലപാതകം നടത്തിയ ശേഷം പ്രതികൾ കാർ ഉപേക്ഷിച്ച് എറണാകുളത്തേക്ക് പോയി. അരവിന്ദ്, ശ്രീകുട്ടൻ, അജോ എന്നിവരെ എറണാകുളത്ത് നിന്നും അക്സാമിനെ റാന്നിയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. അമ്പാടിയെ കാറിടിപ്പിച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എത്തിയതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ എരുമേലിൽ നിന്ന് തിരികെ വന്ന സമയം ഇവർ തമ്മിൽ മന്ദപരിധി വെച്ച് ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റുണ്ടായി, വെല്ലുവിളികളുണ്ടായി. അപ്പം മന്ദപരിധി വെച്ച് ഇവർ തമ്മിൽ പരസ്പരം കണ്ടപ്പോൾ അടിപിടി കൂടി. അതിനുശേഷം ഇതിൽ 1-ാം പ്രതി കാറുമായിട്ട് പോയി തിരികെ വന്നപ്പോൾ റോഡിൽ സൈഡിൽ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ഈ മരണപ്പെട്ട ആളെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. നേരത്തെ സമാനമായ രീതിയിൽ സംഘം തിരിഞ്ഞുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. അട്ടപ്പാടിയിലെ മധുവിനെ പരസ്യമായി വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയത് 6 വർഷം മുൻപാണ്. മനുഷ്യത്വം നശിച്ച ആ അക്രമികളെക്കുറിച്ച് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഒരാൾക്കും മധുവിൻ്റെ അവസ്ഥ ഉണ്ടാകില്ലെന്ന് ഭരണകൂടം ഉറപ്പും നൽകി. വർഷം 6 കഴിഞ്ഞിട്ടും ഈ നാടിന് യാതൊരു മാറ്റവും ഉണ്ടായില്ലെന്ന് തെളിയിക്കുന്നതാണ് വയനാട് മാനന്തവാടിയിലുണ്ടായ സംഭവം. ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യം കണ്ടാൽ തന്നെ ഭയം തോന്നും. പയ്യമ്പള്ളിയിലെ മാതനെയാണ് കാറിൻ്റെ ഡോറിൽ കൈ ചേർത്തു പിടിച്ച് 1/2 കിലോമീറ്ററിലധികം വലിച്ചിഴച്ചത്. 2 സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടപ്പോഴായിരുന്നു ക്രൂരപീഡനം. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
52H8733 നമ്പറിലുള്ള ചുവപ്പ് മാരുതി സെലേറിയോ കാറിലെത്തിയ 4-അംഗ സംഘമാണ് ആദിവാസി യുവാവിനോട് ക്രൂരത കാട്ടിയത്. കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. കൂടൽക്കടവ് ചെക്ക് ഡാം കാണാൻ എത്തിയതായിരുന്നു സംഘം. ഇതിനിടെ മറ്റൊരു സംഘവുമായി ഇവർ വാക്കുതർക്കത്തിലായി. അസഭ്യം പറഞ്ഞ് തർക്കം മൂത്തതോടെ ഇവരെ പിന്തിരിപ്പിക്കാൻ നാട്ടുകാർ ശ്രമിച്ചു. ഇതോടെ സംഘം നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. സംഘത്തിലെ ഒരാൾ കല്ലെടുത്ത് നാട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മാദന് നേരെയുള്ള ആക്രമണം. മാദനെ മർദ്ദിച്ച സംഘം കാറിന്റെ ഡോറിൽ കൈ ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററിലധികം വലിച്ചിഴച്ചു. അരയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ മാദൻ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. ന്യൂസ് 18 വയനാട്. നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ ഇടപെടുകയും തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവം നമ്മളിൽ പലർക്കുമുണ്ട്. എന്നാൽ ഇക്കാലത്ത് ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് നല്ലത്. മലപ്പുറം കരുവാരക്കുണ്ട് യുവാവിന് നേരെയുണ്ടായ ആൾക്കൂട്ടാക്രമണം ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിലാണ്. ഒരു സ്കൂട്ടർ യാത്രികൻ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചത് ചോദ്യം ചെയ്തതിനാണ് കരുവാരക്കുണ്ട് സ്വദേശി ഷംസുദ്ദീനെ വളഞ്ഞിട്ട് മർദ്ദിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ ഷംസുദ്ദീൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 5-നാണ് സംഭവം. ഷംസുദ്ദീൻ കരുവമ്പലത്തെ ഒരു മരണ വീട്ടിൽ നിന്ന് ബൈക്കിൽ മടങ്ങുന്നതിനിടെ വലമ്പൂരിൽ വെച്ച് ഒരു സ്കൂട്ടർ യാത്രികൻ അപകടകരമായ രീതിയിൽ കുറുകെ വന്നു. ഇതിൽ ക്ഷുഭിതനായ ഷംസുദ്ദീൻ സ്കൂട്ടർ യാത്രക്കാരനോട് ശബ്ദമുയർത്തി സംസാരിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സ്കൂട്ടർ യാത്രക്കാരനും സ്ഥലത്തെത്തിയ ഒരു കൂട്ടം ആളുകളും ചേർന്ന് തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഷംസുദ്ദീൻ മങ്കട പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. രണ്ടര മണിക്കൂർ അക്രമി സംഘം ഇദ്ദേഹത്തെ തടഞ്ഞുവെച്ചു. പിന്നീട് കരുവാരക്കുണ്ടിൽ നിന്നെത്തിയ സുഹൃത്തുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷംസുദ്ദീനെ പരുക്ക് ഗുരുതരമായതിനാൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. കടുത്ത ജോലി സമ്മർദ്ദം, മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ ചൂഷണം, ലീവ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥ. കേരളത്തിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പലർക്കും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ പറയാനുണ്ടാകും. മലപ്പുറം അരീക്കോട് SOG ക്യാമ്പിലെ കമാൻഡോ ആയിരുന്ന വിനീത് പ്രാരാബ്ധങ്ങൾ കാരണം എല്ലാം സഹിച്ച് ജോലി ചെയ്തതാണ്. ഗർഭിണിയായ ഭാര്യയെ കാണാൻ പോലും വിനീതിന് അവധി നൽകിയില്ല. ഇത് അയാളെ വല്ലാതെ മാനസികമായി തളർത്തിക്കാണും. വിനീതിൻ്റെ ആത്മഹത്യ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. മരിക്കുന്നതിന് മുൻപ് വിനീത് സുഹൃത്തിനയച്ച സന്ദേശവും ക്യാമ്പിൽ എഴുതി നൽകിയ വിശദീകരണക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിക്കാണ് വിനീത് അരീക്കോട് SOG ക്യാമ്പിൽ വെച്ച് വെടിയുതിർത്ത് ജീവനൊടുക്കിയത്. 14 വർഷമായി ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഭാഗമായിരുന്ന വിനീത് കുറച്ചു മാസങ്ങളായി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. കഴിഞ്ഞ മാസമാണ് പരിശീലനത്തിന്റെ ഭാഗമായി അരീക്കോട് ക്യാമ്പിലെത്തിയത്. ക്യാമ്പിൽ പരിശീലനത്തിനിടെ ട്രാക്ക് മാറിയതിൽ വിനീതിനോട് വിശദീകരണം തേടിയിരുന്നു. ഗർഭിണിയായ ഭാര്യയെ കാണാൻ കഴിയാത്തതും ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളും പരിശീലനത്തിൽ പരാജയപ്പെടുമോ എന്ന ആശങ്കയും വിനീതിന്റെ സമ്മർദ്ദം കൂട്ടി. ഇക്കാര്യം വിശദീകരണക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് രാത്രി 8:59 വിനീത് സുഹൃത്തിന് വാട്സാപ്പിൽ സന്ദേശം അയച്ചത്. ഓട്ടത്തിന്റെ സമയം കൂട്ടണമെന്നും തന്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നുവെന്നുമാണ് സന്ദേശം. കൂടെ പണിയെടുക്കുന്നവർക്ക് പണി കൊടുക്കുന്നവരെ മാറ്റാൻ പറയണമെന്നും സന്ദേശത്തിലുണ്ട്.
റിഫ്രഷ്മെന്റ് കോഴ്സിൽ ഓട്ടം നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാൻ വിനീതിന് കഴിഞ്ഞിരുന്നില്ലെന്ന് SP R വിശ്വനാഥ് പറഞ്ഞു. ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടതെന്നാണ് വിനീത് വിശദീകരണക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളടക്കം ഉന്നയിക്കപ്പെട്ട എല്ലാ ആക്ഷേപങ്ങളും വിശദമായി പരിശോധിക്കും. വിനീത് ആവശ്യപ്പെട്ട ദിവസങ്ങളിൽ അവധി അനുവദിച്ചിരുന്നുവെന്നും SP പറഞ്ഞു. മാനസിക വിഷമമാകാം കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതിനകത്തുള്ളൊരു പരാജയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഒരു മാനസിക ബുദ്ധിമുട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാനായിട്ട് ആസ് നൗ. അതേ തുടർന്ന് അദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോഴ്സിന് മുന്നേ ആയിട്ട് അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചിരുന്നു. അതായത് 9-ാം തീയതി കഴിഞ്ഞ 9-ാം തീയതിയാണ് അദ്ദേഹം ലീവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 9-ാം തീയതി ലീവിന് ഉച്ചയ്ക്ക് പോയതിനു ശേഷം 10, 11, 12 തീയതികളിൽ അദ്ദേഹത്തിൻ്റെ ലീവ് കഴിഞ്ഞതിന് ശേഷം 13-ാം തീയതി രാവിലെ 10 മണിക്ക് ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും മിനിങ്ങാന്നും സ്വാഭാവികമായിട്ടും ഹോളിഡേയ്സ് ആയതുകൊണ്ട് ക്യാമ്പിൽ ആക്ടിവിറ്റീസ് ഇല്ല. ഇന്ന് മുതലാണ് ട്രെയിനിങ് ആരംഭിക്കേണ്ടിയിരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാനസിക ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വിനീതിന്റെ മരണത്തിന് ഉത്തരവാദി ആഭ്യന്തര വകുപ്പാണെന്ന ആരോപണമാണ് കൽപ്പറ്റ MLA T സിദ്ദിഖ് ഉന്നയിച്ചത്. ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അവധി കൊടുത്തില്ല. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും T സിദ്ദിഖ് ആവശ്യപ്പെട്ടു. ഇന്നറായി നടക്കുന്ന പീഡനത്തിലേക്ക് വളരെ കൃത്യമായി വിരൽ ചൂണ്ടുന്ന മെസ്സേജാണ് വിനീതിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവണം. കുടുംബത്തിന്റെ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ആലോചിക്കാനുള്ള നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 3 മണിക്കൂറിലധികം സമയമെടുത്താണ് വിനീതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. കാൽമുട്ട് നിലത്ത് കുത്തിയിരുന്ന് AK-47 തോക്ക് താടിയുടെ അടിഭാഗത്ത് അമർത്തിവെച്ചാണ് നിറയൊഴിച്ചത്. കഴുത്തിന്റെ ഇടതുഭാഗത്തുകൂടെ കയറിയ ബുള്ളറ്റ് വലതുഭാഗത്തുകൂടി പുറത്തു വന്നിരുന്നു. മരണത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് വിനീതിന്റെ കുടുംബം. ന്യൂസ് 18 മലപ്പുറം. കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ വീട്ടുജോലിക്ക് നമ്മുടെ നാട്ടുകാരെ കിട്ടാത്ത അവസ്ഥയാണ്. ഇതര സംസ്ഥാനക്കാരെയാണ് ഇതിനെല്ലാം നമ്മൾ ആശ്രയിക്കേണ്ടത്. എന്നാൽ എറണാകുളം കാക്കനാട് ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ കേസിനെ കുറിച്ച് നിങ്ങൾ അറിയണം. കാക്കനാട് സ്വദേശി സലീമിൻ്റെ കൊലപാതകത്തിൽ പിടിയിലായത് ജോലിക്കാരിയും ഭർത്താവുമാണ്. വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടുടമ സലീമിനെ ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി ലഭ്യമാകാനുണ്ട്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. നവംബർ 29-നാണ് സലീമിനെ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ടത്. ശരീരത്തിൽ യാതൊരുവിധ പരിക്കുകളും മറ്റുമില്ലാതിരുന്നതിനാൽ മരണകാര്യത്തിൽ ആർക്കും ആദ്യം സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുകയും സംസ്കരിക്കുകയും ചെയ്തു. പിന്നീട് ബന്ധുക്കൾ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്വർണ്ണമോതിരം ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ മോഷണം പോയതായി മനസ്സിലാക്കി. പിന്നീട് പോലീസും അന്വേഷണത്തിനെത്തി. സലീമിന്റെ വീട്ടിലെ പ്ലംബിംഗ് ജോലികളും മറ്റും ചെയ്തിരുന്ന കൗശൽ കുമാറിനെയും ഇയാളുടെ ഭാര്യ അസ്മിത കുമാരിയെയും സംശയിക്കുന്നത് ഇതിനെ തുടർന്നാണ്. വീടിന് സമീപത്തെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ഇരുവരും തലേദിവസമായ 28-ന് സ്ഥലത്ത് വന്നതും പോയതുമെല്ലാം കണ്ടെത്തി. കൗശൽ കുമാറും സലീമിന്റെ വീട്ടിലെ മുൻ വേലക്കാരിയും കൂടിയായ അസ്മിത കുമാരിയും സ്വദേശമായ ബീഹാറിലേക്ക് ഇതിനകം പോയിരുന്നു. ഇതറിഞ്ഞ പോലീസ് തന്ത്രപൂർവ്വം ഇരുവരെയും കേരളത്തിലേക്ക് എത്തിച്ചു. കേരളത്തിലെത്തിയ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്നാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. സലീമിന്റെ പരിചയക്കാരായ ഇരുവരും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സംസാരിച്ചിരിക്കെ അസ്മിതകുമാരിക്ക് ശമ്പള ഇനത്തിൽ കിട്ടാനുള്ള തുക കുറച്ചു കൊടുത്തതിനെ ചൊല്ലി ഇരുവരും വാക്കുതർക്കമുണ്ടാകുകയും അതിനിടയിൽ കൗശൽ കുമാർ സലീമിനെ പിടിച്ച് തള്ളുകയും സലീം വീടിനുള്ളിലെ ഹാളിലെ തറയിലേക്ക് വീഴുകയും ചെയ്തു.
ഈ വീഴ്ചയിൽ അനക്കമില്ലാതെ കിടന്ന സലീമിൻ്റെ കയ്യിൽ കിടന്ന മോതിരങ്ങളും വീട്ടിലെ മറ്റു വസ്തുക്കളുമെടുത്ത് ഇരുവരും സ്വദേശമായ ബീഹാറിലേക്ക് കടന്നുകളയുകയായിരുന്നു. ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത്. പ്രതികൾ പിടിയിലായതിനെ തുടർന്ന് കുറ്റകരമായ നരഹത്യയ്ക്കും മോഷണത്തിനുമുള്ള വകുപ്പുകളും കൂട്ടിച്ചേർത്തു. റിമാൻഡിലായ പ്രതികളെ കൂടുതൽ തെളിവെടുപ്പിനായി ഉടനെ കസ്റ്റഡിയിൽ വാങ്ങും. മരണത്തിലെ മുഴുവൻ ദുരൂഹതയും പുറത്തു കൊണ്ടുവരുന്നതിന് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി പോലീസ് കാക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. പോലീസിലെയും എക്സൈസിലെയും ഉദ്യോഗസ്ഥർ പല ഭീഷണികളെയും അതിജീവിച്ചാണ് ജോലി ചെയ്യുന്നത്. പ്രതികളുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ വരെ ഉണ്ടായേക്കാം. എറണാകുളം പറവൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ കയറി അതിക്രമം കാട്ടിയത് അബ്കാരി കേസ് പ്രതിയാണ്. ആക്രമണത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ ഭാര്യയ്ക്കും പരിക്കേറ്റു. കാറും അടിച്ചു തകർക്കാൻ ശ്രമിച്ചു. കേസിൽ അയൽവാസി കൂടിയായ പ്രതി രാകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനധികൃത മദ്യവിൽപ്പനയിലെടുത്ത കേസിന്റെ വൈരാഗ്യത്തിലായിരുന്നു അതിക്രമം. ഞായറാഴ്ച വൈകിട്ടാണ് എക്സൈസ് ഉദ്യോഗസ്ഥനും പറവൂർ കെടാമംഗലം സ്വദേശിയുമായ ഹനീഷിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ഹനീഷിന്റെ അയൽവാസി കൂടിയായ രാകേഷാണ് അതിക്രമം നടത്തിയത്. വീടിന്റെ പോർച്ചിലുണ്ടായിരുന്ന കാറിന്റെ ബോണറ്റ് കരിങ്കല്ല് കൊണ്ട് ഇടിച്ച് കേടുപാട് വരുത്തി. വീടിന്റെ ജനൽ ചില്ലും തകർത്തു. 4 തവണയായി ഉണ്ടായ ആക്രമണത്തിൽ പ്രതി വീട്ടിലേക്ക് കുപ്പിയും വലിച്ചെറിഞ്ഞു. എൻ്റെ വീട്ടിൽ ഒരു 3:30 കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഓഫീസിലായിരുന്നു. എൻ്റെ വൈഫും എൻ്റെ അമ്മയും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ. ഈ രാകേഷ് എന്ന് പറഞ്ഞ ആൾ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ കാറിനും എൻ്റെ വീടിൻ്റെ ചില്ലും ഒക്കെ തല്ലി തകർത്ത് പോയി. പിന്നെ രാത്രി 11 മണിയായപ്പോൾ വന്നു. അപ്പോഴും ഇതുപോലെ ചില്ലറിഞ്ഞപ്പോൾ പോലീസുകാരെ വിളിച്ച് പോലീസ് വണ്ടി വന്നു. പിന്നെ 1 മണിക്ക് വന്നു. പിന്നെ രാത്രി 2 മണിക്ക് വന്നിട്ടാണ് വീണ്ടും ഇതുമായുള്ള അതിക്രമങ്ങൾ ചെയ്തേക്കുന്നത്. ഭാര്യയും മകനും അമ്മയും മാത്രമായിരുന്നു പകൽ സമയത്ത് നടന്ന ആക്രമണത്തിൽ വീട്ടിലുണ്ടായിരുന്നത്. പ്രതി രാകേഷിനെ പറവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 കൊച്ചി. വിവാഹമോചന കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ ഭാര്യയ്ക്ക് അനുകൂലമായി ജീവനാംശവും നഷ്ടപരിഹാരവും നൽകണമെന്ന വിധി വരാറുണ്ട്. തൃശൂർ അയ്യന്തോൾ സ്വദേശിനി സനീഷയും ഭർത്താവായിരുന്ന അരുണും തമ്മിൽ വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഉത്തരവുണ്ടായി. അരുണിൻ്റെ ഭൂമി ജപ്തി ചെയ്ത് നഷ്ടപരിഹാരം കൊടുക്കണമെന്നായിരുന്നു വിധി. എന്നാൽ യുവാവ് മുൻ ഭാര്യയെ മാത്രമല്ല കോടതിയെയും കബളിപ്പിച്ചു. കേസിൻ്റെ ഭാഗമായി ജപ്തി ചെയ്ത ഭൂമി ചട്ടം ലംഘിച്ച് മറിച്ചു വിറ്റെന്നാണ് പരാതി. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തിയ മുണ്ടൂർ മുൻ സബ് രജിസ്ട്രാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവതി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. തൃശൂർ കുടുംബ കോടതിയിൽ അയ്യന്തോൾ സ്വദേശിനി സനീഷ മോഹനും സർക്കാർ ജീവനക്കാരനായ ഭർത്താവ് അരുൺ പിയും തമ്മിൽ നിലനിന്നിരുന്ന കേസിന്റെ ഭാഗമായാണ് അരുണിന്റെ ഭൂമി ജപ്തി ചെയ്തത്. എന്നാൽ ജപ്തി വിവരം മറച്ചുവെച്ച് ചൂരക്കാട്ടുകര സ്വദേശിനിക്ക് വസ്തു വിൽപ്പന നടത്തിയെന്നാണ് പരാതി. 2016 അതായത് ഡിസംബറിൽ ഞങ്ങൾ അറ്റാച്ച്മെന്റ് ചെയ്തു. 1-ാം തീയതി തന്നെ, ജനുവരി 1-ാം തീയതി തന്നെ അത് തിരിമറിച്ചു. വിഷയത്തിൽ അരുൺ പി, മുൻ രജിസ്ട്രാർ MA ജേക്കബ്, വസ്തു വാങ്ങിയ സ്ത്രീ എന്നിവർക്കെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടാണ് സനീഷ പേരാമംഗലം പോലീസിനെ സമീപിച്ചത്. 3 പേരെയും പ്രതിയാക്കി കേസെടുത്ത പേരാമംഗലം പോലീസ് ചുമത്തിയത് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള വകുപ്പുകളാണ്. 2016 നടന്ന സംഭവത്തിൽ IPC പ്രകാരം കേസെടുത്തില്ലെങ്കിൽ കേസ് കോടതിയിൽ തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് സനീഷ ചൂണ്ടിക്കാട്ടി. FIR തിരുത്തണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഇതുവരെയും തീരുമാനമായിട്ടില്ല. 2016 IPC 420 ഇട്ടാലാണ് അത് ശരിക്കും കേസായിട്ട് ചാർജ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു മുൻപ് പേരാമംഗലം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്ന സമയത്ത് ഒരു 24-ാം തീയതി ഞാൻ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തിരുന്ന സമയത്ത് എന്നെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയും ഗീത ടീച്ചറുടെ കൂടെ രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അവരൊക്കെയാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ ഇവരുടെയൊക്കെ പിടിപാട് മൂലം മാക്സിമം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാതെ അത്രയും നാളെ അവർ നോക്കായിരുന്നു. ഇപ്പൊ ഞങ്ങൾ വക്കീൽ നോട്ടീസ് അയച്ചതിന്റെ പേരിലാണ് കേസ് പോലും രജിസ്റ്റർ ചെയ്തത്. ഇതോടെയാണ് മുണ്ടൂരിലെ അന്നത്തെ സബ് രജിസ്ട്രാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. പരാതിയിൽ തുടർ നടപടിക്ക് കളക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. ഇടുക്കി മുരിക്കാശ്ശേരിയിൽ നാട്ടിലെ ഒരു പൊതുശല്യക്കാരനാണ് ഷാൽബിൻ. ഇയാളെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ജനങ്ങൾ പോലീസിൽ പരാതിപ്പെടുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം പോലീസ് ഷാൽബിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പിന്നീടുണ്ടായത് നാടകീയമായ സംഭവങ്ങളാണ്. സ്റ്റേഷനിലെത്തിയ യുവാവ് സ്വന്തം അമ്മയുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെച്ച് ആത്മഹത്യാശ്രമം നടത്തി. പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടി ഗുരുതര പരിക്കേറ്റ ഷാൽബിൻ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തുടർച്ചയായി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു പറ്റം യുവാക്കൾക്കെതിരെ നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴാണ് സംഭവം. ഇടുക്കി പടമുഖം സ്വദേശി കിഴക്കേപുരയ്ക്കൽ ഷാൽബിൻ എന്ന 20-കാരനാണ് മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷന്റെ മതിലിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. സ്റ്റേഷനിൽ ഇയാളോടൊപ്പം എത്തിയ മാതാവ് ഉൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ആത്മഹത്യാ ശ്രമം. പോലീസ് സ്റ്റേഷന്റെ 40 അടിയോളം ഉയരമുള്ള മതിലിന് മുകളിൽ നിന്നാണ് ഷാൽബിൻ താഴേക്ക് ചാടിയത്. ഷാൽബിനെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾക്ക് തലയിലും താടിയലിലും പരിക്കേറ്റിട്ടുണ്ട്. മുൻപ് പല കേസുകളുമായി ബന്ധപ്പെട്ട് ഇയാളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി 14 വർഷമായി ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിൽ. അയിരൂർ സ്വദേശി രാജീവിനെയാണ് കോയിപ്രം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി വ്യാജരേഖകൾ ഉണ്ടാക്കി രാജേഷ് എന്ന് പേര് മാറ്റി കൊട്ടാരക്കരയിൽ താമസിക്കുകയായിരുന്നു. ആറ്റിങ്ങലിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ലഹരിമരുന്ന് കച്ചവടം നടത്തി വന്നിരുന്നയാൾ പിടിയിൽ. പിടിയിലായത് കീഴാറ്റിങ്ങൽ സ്വദേശി മനോജ്. മാഹിയിൽ നിന്ന് കൊണ്ടുവന്ന മദ്യം വിൽപ്പന നടത്തിയ കേസിൽ ഒരാൾ കൊട്ടാരക്കരയിൽ എക്സൈസിന്റെ പിടിയിൽ. ഇരനൂർ സ്വദേശി സന്തോഷാണ് പിടിയിലായത്. മൂന്നാർ ടൗണിൽ രാത്രിയിൽ നിർത്തിയിടുന്ന വാഹനങ്ങളുടെ ടയറുകളും അനുബന്ധ സാമഗ്രികളും മോഷണം പോകുന്നതായി പരാതി. മാട്ടുപ്പെട്ടി റോഡിൽ വർക്ക്ഷോപ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ടയറുകളാണ് ഒടുവിൽ മോഷണം പോയത്. മലപ്പുറം തിരൂരങ്ങാടിയിൽ വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിച്ച 3 യുവാക്കൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് മുന്നിയൂർ സ്വദേശികളായ ഇബ്രാഹിം ഖലീൽ, മുഹമ്മദ് മഹ്ലൂഫ്, മുഹമ്മദ് മുസമ്മിൽ എന്നിവർ. കൊയിലാണ്ടിയിൽ മുറിച്ചുമാറ്റി വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന 130 കിലോ ചന്ദനം പിടികൂടി. മൂടാടി സ്വദേശി വിനോദനടക്കം 4 പേർ കസ്റ്റഡിയിൽ. കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവരെയും നിർധനരായ കുട്ടികളെയും പാർപ്പിക്കുന്ന നിരവധി സർക്കാർ കെയർ ഹോമുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവിടെ നിന്നും പെൺകുട്ടികൾ ചാടിപ്പോകുന്ന ഒട്ടേറെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കോഴിക്കോട് വെള്ളിമാടുകുന്ന് സർക്കാർ ഗേൾസ് ഹോമിൽ നിന്ന് അന്തേവാസികളായ 4 പെൺകുട്ടികൾ ചാടിപ്പോയതാണ് ഒടുവിലത്തെ സംഭവം. പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 4 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പെൺകുട്ടികളെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ എന്തിനാണ് ആ കുട്ടികൾ ഗേൾസ് ഹോമിൽ നിന്നും ചാടിപ്പോയത്? അവർ അവിടെ സുരക്ഷിതരാണോ? സർക്കാർ തന്നെ ഗൗരവത്തോടെ കണ്ട് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.